മലയാള മാസ ആരംഭം ജീവിതത്തിലെ ഒരുപാട് കഷ്ടപ്പാടുകളെയും പ്രതിസന്ധികളെയും സൂചിപ്പിക്കുന്ന കർക്കിടകത്തിൻ്റെ കള്ള കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് സന്തോഷത്തിൻ്റെയും പ്രതീക്ഷയുടെയും പുതിയ പ്രഭാതത്തിൻ്റെ ഒരു ഉണർവോടുകൂടിയുള്ളൊരു തുടക്കമായി ചിങ്ങം 1 നമ്മൾ ആഘോഷിക്കുന്നു. ഒരുപാട് ആശങ്കകളും ഒരുപാട് പ്രയാസങ്ങളും ഉണ്ടായിരുന്ന കർക്കിടകം, പ്രത്യേകിച്ചും പ്രകൃതി നമ്മളെ വല്ലാതെ പരീക്ഷിച്ചു പോയൊരു കാലഘട്ടം, ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ചിങ്ങത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, എത്ര കഷ്ടപ്പാടുകളുണ്ടായാലും എത്ര തന്നെ പ്രതിസന്ധികളുണ്ടായാലും എല്ലാം മാറി നല്ലൊരു സമയം വരുമെന്നുള്ളൊരു ചിന്തയും അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാകുന്ന ഒരു മനസ്സും തന്നെയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതായത് ശുഭപ്രതീക്ഷ ഒരിക്കലും കളയാതെ എന്തായാലും ഞാൻ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും, ഇപ്പോഴുള്ള അവസ്ഥകൾക്കൊക്കെ മാറ്റമുണ്ടായി വരും, ആയതിന് മാറ്റമുണ്ടാക്കാൻ വേണ്ടി ഞാനിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ തീർച്ചയായും ഉപകരിക്കും എന്നുള്ള ഒരു ചിന്തയോടുകൂടി തന്നെ നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് തീർച്ചയായും പ്രതിസന്ധികളെ നേരിടുവാൻ നമ്മളെ ഏറ്റവും സഹായിക്കുന്ന ഘടകം. അപ്പോൾ എല്ലാവരും ഓർക്കേണ്ടത്, എല്ലാ മേഖലകളിലുള്ള പ്രതിസന്ധികൾ തീർച്ചയായും നമ്മൾ ഇടപെടുന്ന മേഖലകളെയും ബാധിച്ചിട്ടുണ്ടാകും. അത് ബിസിനസ് ആവട്ടെ, പഠനമാകട്ടെ, മത്സര പരീക്ഷകൾക്ക് വേണ്ടിയുള്ള പരിശീലനമാകട്ടെ, എന്തുമാകാം. അതിലെല്ലാം തിരിച്ചടികൾ നേരിടുമ്പോൾ തോറ്റുകൊടുക്കാതെ ഞാൻ ഒരിക്കലും എൻ്റെ ഈ ശ്രമം ഉപേക്ഷിക്കുകയില്ല, ഇതുവരെ ഉണ്ടായ അനുഭവത്തിൽ നിന്ന് ഞാൻ നേടിയിട്ടുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളുകൊണ്ട് ഇനിയും മുന്നോട്ട് സഞ്ചരിക്കുവാൻ എന്തൊക്കെ ചെയ്യണമോ, എന്തൊക്കെ കറക്ഷൻ നടത്തണമോ അതെല്ലാം നടത്തിക്കൊണ്ട് ഞാൻ മുന്നോട്ട് പോകുമെന്നുള്ള തീരുമാനത്തോടു കൂടിയും ശുഭപ്രതീക്ഷയോടു കൂടിയും കൂടുതൽ നല്ല ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ടും നമ്മൾ മുന്നോട്ട് പോയേ തീരും. നമ്മുടെ മുന്നിൽ ആകെയുള്ള ഒരേ ഒരു വഴി വിജയിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് ആശ്വാസത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക. എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളെയും നമുക്ക് അതിജീവിക്കാൻ സാധിക്കാതെ മറ്റു തരമില്ല. പ്രതിസന്ധികളെ നേരിട്ട് മുന്നോട്ട് പോവുകയല്ലാതെ ഒരു മാർഗവുമില്ല നമ്മൾക്ക് എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾക്ക് വ്യക്തമായ ഒരു പദ്ധതി ഉണ്ടായി വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. സാമ്പത്തികമായുള്ള പ്രശ്നങ്ങളും ഞാനീ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ഉൾപ്പെടുന്നതാണ്. എന്താണ് സൊല്യൂഷൻ എന്നുള്ളതിനെപ്പറ്റി അന്വേഷിക്കുകയും ആ സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും ചെയ്താൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കാൻ പറ്റുമെന്ന് തെളിയിച്ചിട്ടുള്ള ഒരുപാട് മഹാരഥന്മാർ കടന്നു പോയിട്ടുള്ളൊരു ലോകത്ത് തന്നെയാണ് നമ്മളിപ്പോഴും ജീവിക്കുന്നത്. അത് മറക്കാതിരിക്കുക. അതുകൊണ്ട് ഈ ചിങ്ങം 1 നമുക്ക് നൽകുന്ന പ്രതീക്ഷയുടെ ഈ ഒരു വെളിച്ചവും നിറവും തുടർന്നങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളിലും കൊണ്ടുപോവുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അപ്പോൾ എല്ലാവർക്കും ചിങ്ങമാസത്തിലെ ഈ ഒരു ദിവസത്തിൽ ഇനി അങ്ങോട്ടുള്ള എല്ലാ നാളുകളും നല്ല നല്ല പ്രതീക്ഷകളും നല്ല നല്ല വിജയങ്ങളും ഉണ്ടാകുന്നതായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് പ്രവർത്തിക്കാം ഒന്നിച്ച്.